ഹായ് ഓൾ. ഇന്ന് നമ്മൾ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് പറഞ്ഞ ചാപ്റ്റർ ആണ് നോക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഖില went to a fair in her village. She wanted to enjoy rides on the giant wheel and play hoopla. The number of times she played hoopla is half the number of rides she had on the giant wheel. If each ride cost rupees 3 and a game of hoopla cost rupees 4, how would you find out the number of rides she had and how many times she played hoopla, provided she spent rupees 20? എന്താ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ഒരു ഫെയറിന് പോയി. അവിടെ ജയന്റ് വീൽ ഉണ്ടായിരുന്നു, ഹൂപ്ല പറഞ്ഞ കളി ഉണ്ടായിരുന്നു. ഹൂപ്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ റിംഗ് കയറ് കളി. The number of times she played hoopla is half the number of times she had on the giant wheel. Giant wheel ഒരു 10 പ്രാവശ്യം കയറിയിട്ടുണ്ടെങ്കിൽ ഹൂപ്ലയിൽ 5 പ്രാവശ്യം കയറി എന്നാണ് അർത്ഥം. Suppose the number of rides she had is X and number of games played on hoopla is Y. Number of rides she had on the giant wheel X ഉം number of games played on hoopla Y ഉം ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Y ഈക്വൽ ടു ഹാഫ് എക്സ് എന്ന് പറയാം. ഒരു റൈഡിന് 3 രൂപയും ഒരു ഗെയിം ഓഫ് ഹൂപ്ലയ്ക്ക് 4 രൂപയാണെങ്കിൽ അവളുടെ കയ്യിൽ ടോട്ടൽ 20 രൂപയുള്ളത്. എത്ര പ്രാവശ്യം റൈഡും എത്ര പ്രാവശ്യം ഗെയിം ഓഫ് ഹൂപ്ലയും കളിക്കാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? 3x, അതായത് ഒരു റൈഡിന് 3 രൂപയാണ്. അപ്പൊ എക്സ് പറഞ്ഞാൽ നമ്പർ ഓഫ് റൈഡ്സ് ആണ്. അപ്പൊ 3x പ്ലസ് ഒരു ഗെയിം ഓഫ് ഹൂപ്ലയ്ക്ക് 4 രൂപയാണ്. അപ്പൊ 4. y എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് ഹൂപ്ല കളിച്ചതാണ്. അപ്പം 4y എന്ന് പറയാം. എന്നിട്ടോ ടോട്ടൽ എത്ര ചെലവാക്കിയത്? 20 രൂപയാണ് ചെലവാക്കി. അപ്പൊ ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. എന്നിട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 into സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും നോക്കാം. 3x പ്ലസ് y ഈക്വൽ ടു ഹാഫ് എക്സ് എന്നാണ്. അപ്പൊ 4 into half x equal to 20. 3x plus 4 into half x എന്ന് പറഞ്ഞാൽ 2x equal to 20. 5x equal to 20 എന്ന് പറഞ്ഞാൽ x equal to എന്താ? 4. x 4 ആണ് കിട്ടി. അപ്പൊ y എന്തായിരിക്കും? y equal to half x equal to 4/2 equal to 2. x ഉം y ഉം കിട്ടി. x എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് റൈഡ്സ് ഈക്വൽ ടു 4 ഉം നമ്പർ ഓഫ് ഗെയിംസ് പ്ലേഡ് ഈക്വൽ ടു 2 ഉം. നമുക്കൊരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡ് ഉണ്ട്. അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് പറയാം. ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് if it has no solution. ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇപ്പം അതിന് ഒരു സൊല്യൂഷനും ഇല്ലെങ്കിൽ അത് ഇൻകൺസിസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാം. if it has a solution. അതേപോലെ നമുക്ക് എന്താ പറയാം? a pair of linear equations which are equivalent has infinitely many distinct common solutions. അതേപോലെ നമുക്ക് എന്താ പറയാ? A pair of linear equations which are equivalent has infinitely many distinct common solutions. Such a pair of linear equations are called dependent pair. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്.
അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡിപ്പെൻഡന്റ് പെയർ ഈസ് ഓൾവേസ് കൺസിസ്റ്റന്റ്. ഡിപ്പെൻഡന്റ് പെയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സൊല്യൂഷൻ ഓഫ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബിഹേവിയർ ഓഫ് ലൈൻസ് റെപ്രസെന്റിംഗ് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് ആൻഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എന്താ? ദ ലൈൻസ് മേ intersect in a single point. In this case, the pair of linear equations have a unique solution. അതായത് ഇതെന്താ? കൺസിസ്റ്റന്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. നമ്മളിപ്പോ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് ആണ്. അത് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. അത് രണ്ടും ഒരു സിംഗിൾ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു യൂണിക് സൊല്യൂഷൻ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതിനെ കൺസിസ്റ്റന്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയാം. പിന്നെയോ ആ രണ്ട് ലൈൻ പാരലൽ ആവാം. The lines may be parallel to each other. അപ്പൊ നമുക്ക് എന്ത് പറയാം? In this case, the pair of linear equations has no solution. പാരലൽ ആണെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പം ഇൻകൺസിസ്റ്റന്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടിയത്. ഈ മൂന്നാമതോ? ഇതിപ്പോ ലൈൻസ് ഒരു സിംഗിൾ പോയിന്റിലും മുട്ടുന്നതും പഠിച്ചു, ഒരു പാരലൽ ആയിട്ട് പോകുന്നതും പഠിച്ചു. ഈ രണ്ട് ലൈനും കോഇൻസിഡന്റ് ആയിട്ട് പോകുന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്. The lines are coincident. In this case, the pair of linear equations have infinitely many solutions. അതിനെ നമ്മൾ എന്ത് പറയും? ഡിപ്പെൻഡന്റ് പെയർ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ഡിപ്പെൻഡന്റ് ആയ കൺസിസ്റ്റന്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഡിപ്പെൻഡന്റ് ആയ കൺസിസ്റ്റന്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് നമ്മൾ പറയും. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം രണ്ട് ലൈൻ ഉണ്ട്, അത് ഒരു സിംഗിൾ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനൊരു യുണീക് സൊല്യൂഷൻ ആണ് ഉണ്ടാവുക എന്ന് പറയാം. അതിനെ നമ്മൾ കൺസിസ്റ്റന്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയും. അതിന് ഒരു സൊല്യൂഷനും ഉണ്ടാവില്ല. അതിനെ നമ്മൾ ഇൻകൺസിസ്റ്റന്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയും. പിന്നെ മൂന്നാമതോ? ലൈൻസ് രണ്ടും കോഇൻസിഡന്റ് ആയിട്ടുള്ളത്, അതായത് ഒന്നിന്റെ മുകളിൽ ഉണ്ടാവും. അങ്ങനെയുള്ളതിന് നമുക്ക് എന്ത് പറയാം? അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട് എന്ന് പറയാം. അതിനെ നമ്മൾ എന്തും കൂടി പറയും? ഡിപ്പെൻഡന്റ് പെയർ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയ കൺസിസ്റ്റന്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് നമ്മൾ പറയും. ഇതിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് a1x plus b1y equal to c1, a2x plus b2y equal to c2. ഇതാണ് നമ്മളുടെ രണ്ട് ലൈൻ തന്നിരിക്കുന്നത് വിചാരിച്ചോളൂ. അതില് ഇങ്ങനെ രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? a1 by a2 not equal to b1 by b2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണെന്ന് നമുക്ക് പറയാം. ആ ലൈൻസ് രണ്ടും കൂട്ടിമുട്ടും. അങ്ങനെയാണെങ്കിലോ യുണീക് സൊല്യൂഷൻ. പിന്നെ a1 by a2
ഈക്വൽ ടു B1 ബൈ B2 ഈക്വൽ ടു C1 ബൈ C2. അങ്ങനെയാണെങ്കിലോ നമുക്ക് എന്ത് പറയാം, കോഇൻസിഡന്റ് ലൈൻ ആണെന്ന് പറയാം. അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും. ഇനി മൂന്നാമതായിട്ട് എന്താ, A1 ബൈ A2 ഈക്വൽ ടു B1 ബൈ B2 നോട്ട് ഈക്വൽ ടു C1 ബൈ C2. A1 ബൈ A2 ഈക്വൽ ടു B1 ബൈ B2 ആയിരിക്കും, പക്ഷെ അത് നോട്ട് ഈക്വൽ ടു C1 ബൈ C2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പാരലൽ ലൈൻസ് എന്ന് പറയാം. പാരലൽ ലൈൻസ് ആണെന്ന് നമുക്ക് പറയാം. പാരലൽ ലൈൻസിൽ എന്താ, നോ സൊല്യൂഷൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Check graphically whether the pair of equations x plus 3y equal to 6, 2x minus 3y equal to 12 is consistent. If so, solve them graphically. എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ രണ്ട് ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കൺസിസ്റ്റന്റ് ആണെങ്കിലോ അത് ഗ്രാഫിക്കലായിട്ട് സോൾവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷൻസിനെ വൈന്റെ ടേംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എക്സ് പ്ലസ് 3y ഈക്വൽ ടു 6 ആണ്. അപ്പൊ 3y ഈക്വൽ ടു 6 മൈനസ് എക്സ്, y ഈക്വൽ ടു എന്ത് പറയും, 6 മൈനസ് എക്സ് ബൈ 3. ഇങ്ങനെ കിട്ടി. ഇനിയോ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. 2x മൈനസ് 3y ഈക്വൽ ടു 12. 3y ഈക്വൽ ടു 2x മൈനസ് 12. y ഈക്വൽ ടു എന്താ, 2x മൈനസ് 12 ബൈ 3. എന്തിനാ നമ്മൾ വൈന്റെ ടേംസിലാക്കുന്നത്, ഗ്രാഫിക്കലായിട്ട് സോൾവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ട് വൈന്റെ വാല്യൂ കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. അപ്പൊ നമുക്ക് ടേബിൾ വരയ്ക്കാം. എക്സും വൈയും, ഇവിടെയും നമുക്ക് എക്സും വൈയും എഴുതാം. അപ്പൊ എക്സിന് നമ്മൾ 0 ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 6 ബൈ 3 ഈക്വൽ ടു 2 എന്ന് കിട്ടും. എക്സിന് 6 കൊടുത്താലോ 0 എന്നും കിട്ടും. ഇവിടെ എക്സിന് 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 2 into 0 മൈനസ് 12 ബൈ 3. മൈനസ് 12 ബൈ 3 എന്ന് പറഞ്ഞാൽ മൈനസ് 4. ഇനി എക്സിന് 6 കൊടുത്താലോ 0യും കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇതൊന്ന് ഗ്രാഫിൽ വരയ്ക്കാം. ഇതാണ് നമ്മളുടെ ഗ്രാഫ്. ഇതിന് നമുക്ക് ആദ്യത്തെ ലൈന് വരയ്ക്കാം. 0-ല് y ഈക്വൽ ടു 2, 0-ല് y ഈക്വൽ ടു 2, 6-ല് y ഈക്വൽ ടു 0, 6-ല് y ഈക്വൽ ടു 0. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ലൈൻ. ഇനി രണ്ടാമത്തെ ലൈൻ നോക്കാം. 0-ല് y ഈക്വൽ ടു മൈനസ് 4. ഇതാണ് ഇവിടെ. 0-ല് y ഈക്വൽ ടു മൈനസ് 4 എന്ന് പറഞ്ഞാൽ ഇവിടെ. പിന്നെയോ 6-ല് y ഈക്വൽ ടു 0, 6-ല് y ഈക്വൽ ടു 0. ഇവിടുന്ന് ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാ, രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് 60 എന്ന് പറഞ്ഞതാണ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അപ്പം ഇത് കൺസിസ്റ്റന്റ് ആണ്. അതായത് കൺസിസ്റ്റന്റ് സിൻസ് the lines meet at a point. ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൺസിസ്റ്റന്റ് ആണെന്ന് പറയാം. അത് വേണമെങ്കിൽ നമുക്ക് നേരത്തെ പോലെ എഴുതാം. A1 by A2 not equal to B1 by B2 ആണെന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതിയിട്ട് കാണിച്ചു കൊടുക്കാം. ഇത് നമുക്ക് കൺസിസ്റ്റന്റ് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം, A1 by A2, A1 ഈക്വൽ ടു എന്താ 1, A2 ഈക്വൽ ടു 2, B1 equal to 3, B2 equal to minus 3, C1 equal to 6, C2 equal to 12. അപ്പൊ A1 by A2 എന്താ, A1 by A2 equal to 1 by 2, B1 by B2 എന്താ equal to 3 by minus 3 equal to minus 1. അപ്പം A1 by A2 not equal to B1 by B2. അതായത് അത് കൺസിസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാം. നമുക്കിപ്പോ എന്ത് കിട്ടിയിട്ടുണ്ട്, 60 ആണ് നമുക്ക് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിട്ട് തെറ്റി. അപ്പൊ നമുക്ക് സൊല്യൂഷൻ ഓഫ് ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്
എന്താണ്? x ഈക്വൽ ടു 6 y ഈക്വൽ ടു 0 ആണ്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാഫിക്കലി ഫൈൻഡ് വെദർ ദ ഫോളോയിങ് പെയർ ഓഫ് ഇക്വേഷൻസ് ഹാസ് നോ സൊല്യൂഷൻ, യുണീക് സൊല്യൂഷൻ ഓർ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. എന്താ പറഞ്ഞുള്ളത്? ഗ്രാഫിക്കലി സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ഇതിന് നോ സൊല്യൂഷൻ ആണോ, യുണീക് സൊല്യൂഷൻ ആണോ, ഇൻഫിനിറ്റ്ലി സൊല്യൂഷൻസ് ആണോ ഉള്ളതെന്ന് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇത് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ. നമുക്ക് സെക്കൻഡ് ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 5. എന്നാലും ഡിനോമിനേറ്റർ എന്താവും? പോവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 ഇൻറ്റു 5 എത്രയാ? 15x മൈനസ് 24y പ്ലസ് 3 ഈക്വൽ ടു 0. ഇത് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 3. നമുക്ക് എന്ത് ചെയ്യാം? 1 ഇൻറ്റു 3 ചെയ്ത് നോക്കാം. 1 ഇൻറ്റു 3 എന്താണ്? 5 ഇൻറ്റു 3 പറഞ്ഞാൽ 15x മൈനസ് 8 ഇൻറ്റു 3 പറഞ്ഞാൽ 24y പ്ലസ് 3 ഈക്വൽ ടു 0. നമ്മളുടെ 4. ഈ രണ്ട് ഇക്വേഷൻസ് സെയിം അല്ലേ? ഇതെന്തിനാ ചെയ്ത് നോക്കിയത്? 1 ഇൻറ്റു 3 ചെയ്ത് നോക്കിയേ. ഇത് രണ്ടും ഒരേ ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് നോക്കിയത്. അപ്പൊ ഇത് രണ്ടും ഒരേ ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതില് the lines are coincident, hence it has infinitely many solutions. ഈ രണ്ട് ലൈൻസ് കോയിൻസിഡന്റ് ആയതുകൊണ്ട് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Champa went to a sale to purchase some pants and skirt. When her friends asked her how many of each she had bought, she answered the number of skirts is 2 less than twice the number of pants she purchased. Also, the number of skirts is 4 less than 4 times the number of pants purchased. Help her friends to find how many pants and skirts Champa bought. എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? Let number of pants purchase be x, number of skirts purchased be y. Number of pants purchased be x ഉം number of skirts purchased y ആണെന്ന് നമുക്ക് എടുക്കാം. ഇനി എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? The number of skirts is 2 less than twice the number of pants purchased. Number of skirts എന്താ? y ആണ്. y equal to 2 less than twice the number of pants purchased. 2 less than twice the number of pants purchased എന്ന് പറഞ്ഞാൽ 2x minus 2. y equal to 2x minus 2. ഇനി അടുത്തെന്താ? Also, the number of skirts is 4 less than 4 times the number of pants purchased. Number of skirts എന്താ? y തന്നെ equal to 4 less than 4 times the number of pants purchased. 4 less than 4 times the number of pants purchased. ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി, 1 ഉം 2. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എക്സ് വൈ ടേബിൾ വരയ്ക്കുക, ഇവിടെ എക്സ് വൈ ടേബിൾ വരയ്ക്കുക. ഓക്കെ, ഇത് ആദ്യത്തെ ഇക്വേഷന്, ഇത് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ, ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇവിടെ എന്താ? 0 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. 0 ഇട്ട് കൊടുത്താൽ -2 ആണ് കിട്ടുക. ഇവിടെ 0 ഇട്ട് കൊടുത്താലോ -4 ആണ് കിട്ടുക. 0 ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കാം. ഇത് വരുന്നതൊക്കെ സ്ട്രെയിറ്റ് ലൈൻസ് ആയതുകൊണ്ട് നമുക്ക് 2 വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം 1 ഇട്ട് കൊടുക്കാം. 2 × 1 - 2 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇവിടെയോ 4 × 1 - 1 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇവിടെ നമുക്ക് 1 ഉം 2 ഉം നമുക്ക് കിട്ടി. ഇനി ആ ഗ്രാഫ് വരയ്ക്കാം. ഇതാണ് നമ്മളുടെ ഗ്രാഫ്. 0 - 2, x0 - 2, ഇതാണ് നമ്മളുടെ ആദ്യത്തെ പോയിന്റ്. 1 0 1 0 രണ്ടാമത്തെ പോയിന്റ്. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ലൈൻ. 0 - 2ലും 1 0 കൂടിയും പോകുന്ന ലൈനാണ് നമുക്ക് ആദ്യത്തെ. പിന്നെയോ 0 - 4, ഇതാണ് 0 - 4 എന്ന് പറഞ്ഞാൽ 1 0, അതും 1 0 കൂടെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിങ്ങനെ ഒരു വരാം. ഇത് രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന വേണ്ട. ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഏതാണ്?
10 ആണ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. അപ്പൊ നമുക്ക് സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ ഈസ് x ഈക്വൽ ടു 1 y ഈക്വൽ ടു 0. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പാൻസ്, അതായത് നമ്പർ ഓഫ് പാൻസ് പർച്ചേസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. നമ്പർ ഓഫ് സ്കേർട്സ് പർച്ചേസ് ഈക്വൽ ടു 0.